എഴുന്നേറ്റോ? ഞാൻ കരുതി നീ വീണ്ടും കിടന്ന് ഉറങ്ങി കാണുമെന്ന്. ഇതെന്താ പതിവില്ലാതെ നേരത്തെ? സാധാരണ ഞാൻ വിളിച്ച് വിളിച്ച് മടുക്കാറുള്ളതാണല്ലോ. ഇന്ന് ഫുൾ ഡേ എൻ്റെ വകയ ഫുഡ്. നീ ഒന്നും ചെയ്യണ്ട, കിച്ചണിലേക്ക് വരുപോലും ചെയ്യണ്ട, ഫുൾ റെസ്റ്റ്. എന്താ പെട്ടെന്നൊരു സ്നേഹം? എടോ, എത്ര നാളുകൾക്ക് ശേഷം നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ഒരു 2 ദിവസം ഫ്രീ ആയിട്ടൊക്കെ കിട്ടുന്നത്. എന്നും ഒരേ ട്രാക്കിൽ പോയി കഴിഞ്ഞാൽ മടുപ്പല്ലേ? ഇടയ്ക്കൊരു ചേഞ്ചൊക്കെ വേണ്ടേ? അപ്പം ഞാൻ കരുതി എൻ്റെ മായക്കുട്ടി ഒന്ന് സർപ്രൈസ് ചെയ്തേക്കാന്ന്. സർപ്രൈസ് ഒക്കെ കൊള്ളാം, പക്ഷെ നിന്റെ അമിത സ്നേഹം കാണുമ്പോൾ എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നാം. എന്തിന്? നീ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാ. പക്ഷെ നീ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റയ്ക്കാകുമ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു വീർപ്പൂട്ടിൽ പോലെ. നീ ഇല്ലെങ്കിൽ ഭയങ്കര ഷോകാടാ. ശേ, നീ രാവിലെ തന്നെ സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞിട്ടുള്ള മൂഡ് കളയല്ലേ. നിനക്കറിയുന്നല്ലേ സാഹചര്യങ്ങളൊക്കെ. നമുക്ക് കിട്ടുന്ന സമയം മാക്സിമം എൻജോയ് ചെയ്തൂടെ? നിനക്ക് വേണ്ടി ഞാൻ നല്ല സ്പെഷ്യൽ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ പണിപാളി, എൻ്റെ ഓംലെറ്റ്. അയ്യോ ശേ. സോറിടോ, എല്ലാം കുളമായി. നല്ല കരിഞ്ഞ ഓംലെറ്റ്. ഇതിപ്പോൾ ഇനി വൃത്തിയാക്കാൻ നിന്ന് കഴിഞ്ഞാലേ ഒരുപാട് സമയം പോകും നമുക്ക്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, റെഡി ആയിട്ടേ പുറത്ത് പോയിട്ട് നല്ല ഫുഡ് കഴിക്കാം. എടാ, ഇനി തൊട്ടെ എന്തായാലും നീ ഡെയിലി കുക്ക് ചെയ്യണം കേട്ടോ. അതെന്താടോ? അതാകുമ്പോൾ എനിക്ക് ഡെയിലി റെസ്റ്റോറൻറ്റിൽ ഒന്ന് ഫുഡ് കഴിക്കാമല്ലോ. നല്ല തമാശ. നീ എന്തൊന്നും കഴിക്കാത്ത മായ? ഫുഡ് കൊള്ളില്ലേ? ഏയ്, ഫുഡൊക്കെ കൊള്ളാം. ഹരി, നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുന്നതിനെ കുറിച്ച് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ നന്നായിട്ടല്ലേ പോകുന്നത്, പിന്നെ പെട്ടെന്ന് എന്താ ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം? അല്ല, എനിക്ക് അറിയണം നിന്റെ ലൈഫിൽ എനിക്ക് എന്ത് സ്ഥാനമുള്ളതെന്ന്. ഞാൻ വേറൊരു ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ നിന്റെ കീപ്പാണോടാ? തനിക്ക് എന്തു പറ്റി? താൻ എന്തൊക്കെയാ ചോദിക്കുന്നത്? നീ ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി താ. എടോ, തനിക്ക് എന്തു പറ്റി? പിന്നെ ഞാൻ നിന്റെ ആരാടാ? എടോ, നമ്മൾ തമ്മിൽ എന്തോ ഉള്ളേ? ഞാൻ നിന്റെ ഭാര്യയല്ല, ഞാൻ നിന്റെ കാമുകിയല്ല, ഞാൻ നിന്റെ ആരുമല്ല. ഹരി, നമുക്ക് തിളച്ച് നിർത്താം. എനിക്ക് വല്ലാണ്ട് റിഗ്രറ്റ് അടിക്കുന്നു. എന്തിന്? നമ്മൾ ഇത്രയും കാലം സന്തോഷമായിട്ടല്ല. ഒരു മിനിറ്റ് അല്ല. ഹലോ ഹലോ. ആ ഇല്ലടി, ഞാനിന്ന് എത്തും. മീറ്റിംഗ് ഒക്കെ നന്നായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ചെറിയൊരു ബിസിനസ് മീറ്റിങ്ങിലാണ്. ഓക്കെ.
ഇനി പറഞ്ഞാൽ നിന്റെ കീപ്പല്ലെന്നോ? മായ, താൻ എന്തിനെ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നു? താൻ എൻ്റെ നല്ലൊരു ഫ്രണ്ട് കൂടെ അല്ലേ? ഒന്ന് പോയ ഹരി. ഫ്രണ്ട് ആ വാക്കിനെങ്കിലും ഒന്ന് വെറുതെ വിടൂ. തനിക്കിത് എന്ത് പറ്റിയിടോ? എടാ, നീ എന്നെ എപ്പോഴെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ? സ്നേഹിച്ചിരുന്നു, ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടല്ലോ. സ്നേഹിച്ചിരുന്നു, അതാണ് സത്യം. നമ്മൾ പ്രണയിച്ചിരുന്നു, എല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ല ഹരി. ഇപ്പൊ നിനക്ക് ഞാൻ വേറൊരു ആവശ്യശീലം മാത്രമാണ്. താൻ എന്തൊക്കെയോടോ പറയുന്നത്? നമുക്കിടയിലുണ്ടായിരുന്ന നല്ല ഓർമ്മകളൊക്കെ തനിക്ക് മറക്കാൻ പറ്റുമോ? നീ എന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കണമെന്നൊന്നും വാശി പിടിക്കില്ല. അത് നിന്റെ സാഹചര്യം. പക്ഷേ നീ എപ്പോഴും എന്നെ കാണാൻ വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഞാൻ ഹാപ്പി ആണെന്ന് നീ ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് മറ്റൊരു നല്ല ലൈഫ് വേണ്ടെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ വൈഫിന് തരാൻ പറ്റാത്തതൊക്കെ നിനക്ക് എന്നിൽ നിന്ന് വേണം. റൊമാൻസ്, ഫാൻറ്റസി, സെക്സ്, അങ്ങനെയല്ല. അതിനൊക്കെ വേണ്ടി മാത്രമല്ലേടാ നിനക്ക് ഞാൻ. അപ്പോ ഞാനിപ്പോ തെറ്റുകാരൻ അല്ലേ? അല്ലടാ, ഞാനാ തെറ്റുകാരി. വീണ്ടും നീ നിന്റെ ലൈഫ് കയ്യിൽ നിന്ന് പോയിന്ന് പറഞ്ഞ് കരഞ്ഞൊന്ന് കാല് പിടിച്ചപ്പോൾ നിന്നെ വിശ്വസിച്ച് കൂടെ നിർത്തി ഞാനാണ് തെറ്റുകാരി. എന്നിട്ട് ഇപ്പം എൻ്റെ സമാധാനം പോയി കിട്ടിയല്ലോ. ഹരി, ഇറ്റ്സ് ഓവർ. മായ, ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്. പ്ലീസ് ഒരു സീൻ ഉണ്ടാക്കല്ലേ. പിന്നെ നമ്മൾ തമ്മിലുള്ള കെമിസ്ട്രി നിനക്കും അറിയാലോ. നമ്മൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ട തന്നെയല്ലേ എല്ലാം ചെയ്ത്. ആരും ഫോഴ്സ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. കോപ്പ്, സെക്സ് മാത്രമാണ് നീ പറയുന്ന കെമിസ്ട്രി. നീ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി നിന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ മൂടുള്ളപ്പല്ലാണ്ട് എപ്പോഴെങ്കിലും നീ എനിക്കൊരു ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഞാനിവിടെ ഒറ്റയ്ക്കായിട്ട് കുറേ ആയി ഹരി. ഇനിയെങ്കിലും എനിക്ക് എൻ്റെ ലൈഫ് ഒന്ന് ട്രാക്കിലേക്ക് എത്തിക്കണം. പ്ലീസ്, ഇനി എന്നെ വിളിക്കരുത്. നമ്മുടെ ലാസ്റ്റ് മീറ്റിംഗ് ആണിത്. താനോ നിന്നേ. നീ ഇതെല്ലാം കൂടെ എൻ്റെ തലയിലിട്ടിട്ടേ ഒറ്റയ്ക്ക് അങ്ങോട്ട് വിശുദ്ധയാവാൻ വരട്ടെ. കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്താ, നിനക്കുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഞാൻ തരുന്നില്ലേ? പിന്നെ ഞാൻ എപ്പോഴൊക്കെ മൂഡായിട്ടുണ്ടോ അപ്പോഴൊക്കെ നീയും മൂഡായിട്ടുണ്ട്. അത് എൻജോയ് ചെയ്തിട്ടുണ്ട്. കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്താ, എല്ലാം പഴയ പോലെ തന്നെ ആയിരുന്നില്ലേ? പഴയതുപോലെ ആയിരുന്നില്ലടാ, ഞാനായിരുന്നു റോങ്. നീ അപ്പോഴും എന്നെ സ്നേഹിച്ചിരുന്നില്ല. നിന്റെ വെറൊരു സെക്സ് ടോയ് മാത്രമായിരുന്നു ഞാൻ. എന്തു പറ്റി മോളെ? എന്തിനാ കരയണേ? എന്തേലും പ്രശ്നമുണ്ടോ?